വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടെന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളോടെ സങ്കീർത്തകൻ കടന്നു പോകുമ്പോൾ തൻ്റെ ദൈവത്തിലുള്ള വിശ്വാസത്തിന് ഒരു ചെറിയ അകന്നു പോകുന്നില്ല. കൂടുതൽ ദൈവത്തോട് അടുത്തുകൊണ്ട് തന്നെ വേദനകളും ദുഃഖങ്ങളും ഒക്കെ ഇങ്ങനെ ചേർത്ത് വെക്കുന്ന സങ്കീർത്തനങ്ങളെയാണ് നമ്മൾ 116 അധ്യായത്തിൽ കണ്ടുപോകുന്നത്. അതേ സങ്കീർത്തകനെ പോലെ ദൈവമേ, ഈ ആലയത്തിൽ ഞാനായിരിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ വലിയ ദുരിതങ്ങളും കഷ്ടതകളും ഉണ്ട്. എന്നാലും ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഈ ദേവാലയത്തിൽ ഈ ദിവ്യകാരുണ്യ നാഥന് മുമ്പിൽ കണ്ണീരോടുകൂടി ഞാൻ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഏതൊരു പ്രാർത്ഥനാ നിയോഗവും എന്റെ ദൈവം എനിക്ക് സാധിച്ചു തരുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തോടുകൂടിയാണ് ഈ ദിവസം ഞാൻ ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് അണഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസത്തോടുകൂടി ദൈവമേ സന്നിധിയിൽ ഞാനാകുകൊണ്ട് എന്റെ പ്രാർത്ഥനകളും നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ ദൈവമേ ആ പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്ക് ദൈവ കൃപ നിറയുവാനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, വിശ്വാസത്തോട് നീ ചോദിക്കുന്നതിലേക്ക് ദൈവം നിനക്ക് സാധിച്ചു തരുമെന്ന് വചനം ഓർമ്മപ്പെടുത്തുമ്പോൾ ആ വചനത്തിന് അധിഷ്ഠിതമായി ദൈവമേ ഞാൻ ചോദിക്കുകയാണ്. ഈ അൾത്താരയ്ക്ക് മുമ്പിൽ നിന്നുകൊണ്ട് ഈ ദിവ്യങ്ങളുടെ സാന്നിധ്യത്തിലുണ്ട് ഞാൻ യാചിക്കുന്ന എന്റെ പ്രാർത്ഥനയിലേക്ക് ദൈവത്തിന്റെ കൃപയോടെ എത്തുവാനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥാ, വിശ്വാസം നൽകണമേ. പഴയ നിയമത്തില് ഒരു ജോബിനെ വായിച്ചു കേൾക്കുന്നുണ്ട്. ജോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാം വാക്യം പ്രകാരമാണ്: അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി ഞാൻ പിൻവാങ്ങുന്നു. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന്. ജോബിന് എല്ലാം ഉണ്ടായിരുന്നവരാണ്. ആടുമാടുകൾ, ഭൂസ്വത്തുക്കൾ, വലിയ വീട്, മക്കള്, ജീവിത പങ്കാളി, ഒന്നിനും ഒരു കുറവുമില്ലാതെ ജീവിക്കുമ്പോഴാണ് ദൈവത്തിൽ നിന്ന് അനുവാദം മേടിച്ചുകൊണ്ട് പിശാച് ജോബിനെ പരീക്ഷിക്കുവാനായിട്ട് വരികയും അവന്റെ ആടുമാടുകളും ഭൂസ്വത്തുക്കളും ഒന്നിനു പുറകെ ഒന്നായി നശിപ്പിക്കുമ്പോൾ ജോബ് ദൈവത്തിനെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിലുള്ള വിശ്വാസത്തിന് അടിവച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ